കുളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പം വല്ലാത്തൊരു വിശപ്പ്. ചോറ് തിന്നാന്ന് വിചാരിച്ചാൽ ചോറ് വേണ്ട. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. സാധാരണ ഞാനാണെന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കുന്നതിന് തൊട്ട് മുമ്പേ കുളിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഇച്ചിരി ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് കുളിക്കണം തോന്നി. അങ്ങനെ കുളിയൊക്കെ നേരത്തെ അങ്ങ് കഴിഞ്ഞു. അങ്ങനെ കുറേ നേരം വെറുതെ ഇരിക്കേണ്ടി വന്നു. വെറുതെ ഇരിക്കാൻ ഇങ്ങനെ വെളിയിലിരുന്നപ്പോഴത്തേനും നല്ല മഴയും. അന്നേരം എന്തെങ്കിലും ചൂടോടെ തിന്നണമെന്നൊരു കൊതി. പിന്നെ അല്ലെങ്കിൽ അജിയണ്ണം വരുമ്പോഴത്തേനും ഒത്തിരി താമസിക്കും. അന്നേരം കൊണ്ടുവന്ന് തിന്നുമ്പോഴത്തേന് നമുക്ക് അന്നേരം തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നമ്മൾ സാധിക്കണ്ടായോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം കാണാം കുറച്ച് ഗോതമ്പ് പൊടി ഇരിക്കുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഗോതമ്പ് പക്വട ഉണ്ടാക്കാമെന്ന്. അതാകുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വറുക്കാനൊക്കെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചതിന് ശേഷം വെള്ളത്തിനും കൂടെ തേയിലവെള്ളം ഇടാനുള്ള വെള്ളവും കൂടെ അങ്ങ് ഇപ്പുറത്തെ ഗ്യാസിനകത്തോട്ടങ്ങ് വെച്ച്. അപ്പോഴത്തേനും ഒരു സൈഡിൽ ഇരുന്ന് വെള്ളവും തിളയ്ക്കും. ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടും ഇരിക്കാം. ഉണ്ടാക്കിയാണെന്നുണ്ടെങ്കിൽ എണ്ണ ചോറ്റ് പാത്രം, എണ്ണ ഊറുന്ന പാത്രം ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഉണ്ടാക്കി ഇട്ട്. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അജിയണ്ണും കൂടെ ചേർത്താട്ടോ ഉണ്ടാക്കിയത്. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ എന്തോ പറയാനാ, അതിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ ഓരോന്നോരോന്നങ്ങ് തിന്ന് തീർത്ത്. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാവ് മാറ്റി വെച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ അജിയണ്ണൻ വന്നപ്പം അജിയണ്ണന് ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ അതൊക്കെ എടുത്ത് ടി വിയുടെ മുമ്പിൽ പോയിരുന്ന് കുറേ നേരം ടി വിയൊക്കെ കണ്ട് അതും തിന്ന് തേയില വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ അങ്ങിരുന്ന്. അപ്പോഴത്തേന് അജിയണ്ണൻ വരികയും ചെയ്തു. ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ വൈകുന്നേരത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, ഓക്കെ.